കുറുക്കൻ്റെ കല്യാണത്തിൻ്റെ വിജയത്തിന് ശേഷം സത്യൻ അന്തിക്കാട് ചെയ്ത സിനിമയാണ് കിന്നാരം. ഈ സിനിമയിൽ സുകുമാരനാണ് ഒരു നായകൻ, മറ്റൊരു പ്രധാന നായകൻ നെടുമുടി വേണുവായിരുന്നു. ഈ ഒരു സിനിമയുടെ കഥയും വളരെ രസമാണ്. അതായത് ബാച്ചിലേഴ്സായ രണ്ട് സുഹൃത്തുക്കൾ, അവർ സിറ്റിയിൽ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നു, അവർ ഒരുമിച്ച് താമസിക്കുന്നു. ഇവരുടെ ലൈഫിലേക്ക് ഒരു പെൺകുട്ടി കടന്നു വന്നിട്ട് ഇവർ രണ്ടുപേരും ആ പെൺകുട്ടിയെ പ്രണയിക്കുന്നതാണ്. അത് വളരെ രസകരമായിട്ടാണ്. നെടുമുടിയും അസാധ്യ ആർട്ടിസ്റ്റാണ്, സുകുമാരനും നല്ല രസമുള്ള ആർട്ടിസ്റ്റാണ്. ഇതിലും ഈ പറഞ്ഞ പോലെ തന്നെ ഇതിൽ നമ്മൾ കുറുക്കൻ്റെ കല്യാണത്തിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. സുകുമാരൻ ഇതിൽ ഒരു കുറച്ച് മോഡേണാണ്, എന്നാൽ ഈ പറയുന്ന പോലെ പെൺകുട്ടികളൊക്കെ ആയിട്ടൊക്കെ ഇൻട്രാക്ട് ചെയ്യാൻ അറിയുന്ന ഒരാളാണ്. അതായത് നെടുമുടിയെയും കവച്ച് വെക്കുന്ന തരത്തിലുള്ള ഒരു ക്യാരക്ടറാണ് സുകുമാരൻ ഈ സിനിമയിൽ ചെയ്തത്. ഇതിലും സുകുമാരൻ്റെയും നെടുമുടിയുടെയൊക്കെ കോമഡി സീൻസൊക്കെ നമ്മളിപ്പോഴും യൂട്യൂബിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇതിൽ ജഗദീഷ് ശ്രീകുമാർ ഒരു മ്യൂസിക് ഡയറക്ടറായിട്ട്, ഇതിൽ ജഗദീഷ് ശ്രീകുമാറിൻ്റെ ഒരു പാട്ടാണ് നമ്മൾ പിന്നീട് നേരം സിനിമയിൽ നമ്മൾ കേട്ടിട്ടുള്ളത്. പിസ്ത സുമ എന്ന് പറയുന്ന ആ ഒരു പാട്ട്. ഈ സിനിമയിൽ ഗസ്റ്റ് റോളിൽ മമ്മൂക്ക അഭിനയിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ കുറുക്കൻ്റെ കല്യാണത്തിൽ ലാലേട്ടൻ അഭിനയിച്ചു, കിന്നാരത്തിൽ മമ്മൂട്ടി അഭിനയിച്ചു. ഈ സിനിമയ്ക്ക് ശേഷം സത്യൻ അന്തിക്കാട് ചെയ്ത സിനിമയാണ് മണ്ടന്മാർ ലണ്ടനിൽ. മണ്ടന്മാർ ലണ്ടനിലും ഇതേപോലെ നെടുമുടി വേണു ഉണ്ട്. നമ്മൾ ആ പടത്തിൻ്റെ ഫസ്റ്റ് ഹാഫിലുള്ളത് നെടുമുടി വേണുവും ശങ്കരാടിയും അതുപോലെ തന്നെ ജലജയ്ക്കാണ്. അതായത് ഒരു നാട്ടിൻ പുറത്ത് ഒരു നാടകമൊക്കെ ചെയ്ത് നടക്കുന്ന കുറച്ച് ആളുകൾ, ഇവർക്ക് ലണ്ടനിലേക്ക് പോകാനായിട്ട്, അതായത് അവിടെ ഒരു നാടകം അവതരിപ്പിക്കാനുള്ള ഒരു അവസരം ലഭിക്കുന്നു. അങ്ങനെ ഇവർ ആദ്യമായിട്ടാണ് ഇവർ ആ ഗ്രാമം വിട്ടു പോകുന്നത്. അങ്ങനെ ഇവർ ലണ്ടനിൽ എത്തിപ്പെടുകയാണ്. ലണ്ടനിൽ എത്തിപ്പെട്ടിട്ട് ഇവരെ ആരാണോ കൊണ്ടുപോയത്, അല്ലെങ്കിൽ അവിടെ ഇവരെ വെൽക്കം ചെയ്യാം എന്ന് വിചാരിച്ചത് ആരാണോ, അവരാരെയും അവിടെ വരുന്നില്ല. അവസാനം ഇവർ ലണ്ടനിൽ പെട്ട് കിടക്കുമ്പോൾ ഇവരെ രക്ഷിക്കാൻ വരുന്ന ഒരു ക്യാരക്ടർ, രഘു എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ, അതാണ് സുകുമാരൻ ചെയ്തിട്ടുള്ളത്. അതായത് ഒരു മലയാളിയാണ്, അത് ലണ്ടനിലെ ഒരു വലിയൊരു ബംഗ്ലാവിൽ താമസിക്കുന്ന ഒരാളായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം കാണുമ്പോൾ ഒരു വലിയൊരു ഹീറോ എന്ന രീതിയിലൊക്കെ തന്നെയാണ്. പക്ഷേ കുറച്ച് കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇദ്ദേഹം അവിടുത്തെ ഒരു വാച്ച്മാനെ പോലെ അല്ലെങ്കിൽ ഒരു കെയർ ടേക്കറെ പോലത്തെ ഒരു കഥാപാത്രമാണ്. അതായത് ഇവരോട് ഇയാളവിടുത്തെ വലിയൊരു സംഭവമാണെന്നൊക്കെ പറഞ്ഞ് തള്ളി എന്താ പറയുക, ഇവരെ പറ്റിക്കുന്നതാണ് ശരിക്കും. പക്ഷെ ഒരു പോസിറ്റീവ് ക്യാരക്ടറാണ്. അതിലും ഈ പറഞ്ഞ പോലെ തന്നെ സുകുമാരൻ്റെ നമ്മൾ കാണാത്ത രസകരമായിട്ടുള്ള ഒരു ഹ്യൂമർ സീൻസൊക്കെ ഉണ്ട്. അപ്പോൾ മണ്ടന്മാർ ലണ്ടനിലും അന്ന് നല്ല വിജയമായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ഈ 3 സിനിമകൾ, സത്യൻ അന്തിക്കാടിൻ്റെ ഈ ആദ്യത്തെ 3 സിനിമകളിലും മെയിൻ വേഷം ചെയ്ത നായകൻ സുകുമാരനായിരുന്നു. കൂടെ നെടുമുടി ഉണ്ടായിരുന്നു. കുറുക്കൻ്റെ കല്യാണത്തിൽ നെടുമുടിയില്ല, കിന്നാരത്തിലും മണ്ടന്മാർ ലണ്ടനിലും നെടുമുടി വേണുവാണ്. പക്ഷേ ഇതിന് ശേഷം പിന്നെ സത്യൻ അന്തിക്കാട് ചെയ്ത സിനിമകളിലെല്ലാം സുകുമാരൻ അധികം കണ്ടിട്ടില്ല. എനിക്കൊന്നും സുകുമാരൻ അഭിനയിച്ചിട്ടില്ല. പിന്നെ അപ്പുണ്ണി, ഇത് കഴിഞ്ഞിട്ട് ഒരു 4ാമത്തെ 5ാമത്തെ സിനിമയാണ് അപ്പുണ്ണി. അപ്പുണ്ണിയിൽ നെടുമുടി വേണു വരുന്ന പ്രധാന വേഷം. ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് നമ്മുടെ ലാലേട്ടനാണ്. പിന്നെ അതിനുശേഷം മോഹൻലാൽ, നമ്മുടെ ലാലേട്ടനും റഹ്മാനും കൂടി ഒരു സിനിമ ചെയ്തിട്ടുണ്ട്. പിന്നീട് അത് കഴിഞ്ഞിട്ടാണ് ഏകദേശം ഒരു 86 ഒക്കെ ആയപ്പോഴാണ് TP ബാലഗോപാലിനമ്മ, സനമനസിലൊക്കെ സമാധാനം, ഗാന്ധിനഗർ, സെക്കൻഡ് സ്ട്രീറ്റ്. പിന്നെ സത്യൻ അന്തിക്കാട് സിനിമകളെല്ലാം കുറേ നാൾ ലാലേട്ടനായിരുന്നു. ഇടയ്ക്ക് മമ്മൂക്ക അഭിനയിച്ചു. പിന്നെ ജയറാം ശ്രീനിവാസൻ ആ ഒരു കോമ്പിനേഷൻ പോയി. പക്ഷേ 97 സുകുമാരൻ മരിക്കുന്ന വരെ പിന്നെ അധികം സിനിമകളിലൊന്നും സത്യൻ അന്തിക്കാടിൻ്റെ സിനിമകൾ നമ്മൾ കണ്ടിട്ടില്ല. ശരിക്കും അത് വല്ലാത്തൊരു മിസ്സിങ് ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ആദ്യകാലത്തുണ്ടായിരുന്ന ഇവരുടെ ഒരു കോംബോ ഈ സിനിമ കണ്ട എല്ലാവർക്കും അറിയാം. പക്ഷേ ഇവർ പിന്നീട് സുകുമാരൻ സത്യൻ അന്തിക്കാട് സിനിമകളിൽ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഇതുവരെ കാണാത്ത തരത്തിലുള്ള പെർഫോമൻസും സിനിമകളൊക്കെ നമുക്ക് ലഭിച്ചേനെ.